തിരുവനന്തപുരം കളിയിക്കവളയിൽ റോഡിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ കരമന സ്വദേശിയായ കോറി ഉടമ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. ഈ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിൽ ലഭിച്ചത്. ഇയാളായിരിക്കാം ദീപുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതേസമയം CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇതൊരു ഭിന്നശേഷിക്കാരനാണെന്ന സൂചനകൾ പുറത്തുവരികയാണ്. മാത്രമല്ല, ഇയാൾ നെയ്യാറ്റിൻകര സ്വദേശിയെന്നും സംശയിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട ഒരു കാറ് കാണുന്നുണ്ട്. നിലവിൽ അതിൽ നിന്നും ഒരാൾ ബാഗുമായി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ദീപുവിന്റെ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയടക്കം ഒരു ഭിന്നശേഷിക്കാരൻ നടന്നു പോകുന്നതായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളിൽ പുറത്തു വരുന്നത്. ദീപുവിന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെന്നറിയുന്ന ആരോ ആണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസും സംശയിക്കുന്നത്. അതിനാൽ തന്നെ പ്രതിയുടെ സൂചനകളൊക്കെ ലഭിച്ചിരിക്കുന്നുവെന്നും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് കന്യാകുമാരി SP സുന്ദരവദനം പറയുന്നത്. അതേസമയം തക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി 4 പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. 2 സംഘങ്ങൾ തിരുവനന്തപുരത്താണ് അന്വേഷണം നടത്തുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദീപു ആരോടൊക്കെയാണ് ഫോണിൽ സംസാരിച്ചതെന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. അതേസമയം കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് വീട്ടിൽ നിന്നും ദീപു പോയത്. തുടർന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നും തക്കലയിൽ നിന്നും 2 പേർ ദീപുവിനൊപ്പം ഉണ്ടാകുമെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരാൾ മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കാണുന്നത്. അതായത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി 11:45 തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവളയിലെ പടന്താലുമൂടിനടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്താണ് ഇൻഡിക്കേറ്റർ ഇട്ട ഒരു കാർ നിർത്തിയിട്ട നിലയിൽ കാണുന്നത്. ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന നിലയിലാണ് ദീപുവിന്റെ മൃതദേഹം. കഴുത്തിന് 90% പരിക്കേറ്റിരുന്നു. ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടില്ലായിരുന്നു. പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാരാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പാർക്കിംഗ് ലൈറ്റിട്ട വാഹനം കണ്ടതോടെ പോലീസുകാർ പരിശോധിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ നാഗർകോവിൽ ആശാരിപ്പള്ളം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് ദീപു. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ സാമ്പത്തിക തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. 2 ദിവസം മുമ്പ് ദീപുവിനൊരു ഫോൺ കോൾ വന്നിരുന്നുവെന്നും അയാളുമായി തർക്കമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുകയാണ്. അതേസമയം 50 ലക്ഷം രൂപ ചോദിച്ച് ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് ദീപുവിന്റെ ഭാര്യ വിധു പറയുന്നത്. പണം നൽകിയില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്നായിരുന്നു ഗുണ്ടാസംഘം ദീപുവിനെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല, ഗുണ്ടാപിരിവ് നടത്തുന്നവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. ഇവർ ഇടയ്ക്കിടെ പൈസ ചോദിക്കും, മക്കളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിരുന്നു. പൈസ റെഡിയാക്കി വെച്ചോ, ഇല്ലെങ്കിൽ നിന്നെ റെഡിയാക്കുമെന്ന് ഒരിക്കൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് ഭാര്യ പറയുന്നത്. അതേസമയം 50 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ തന്നെ കുത്തുമെന്ന് അച്ഛനോട് ഗുണ്ടാസംഘം പറഞ്ഞത് ദീപുവിന്റെ മകന് വെളിപ്പെടുത്തുന്നു. 2 മാസം മുമ്പ് ഇക്കാര്യം അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നതായിട്ടാണ് മകൻ പറയുന്നത്. കോറിയിലേക്കുള്ള ചില സാധനങ്ങൾ വാങ്ങാനും തമിഴ്നാട്ടിൽ നിന്നൊരു JCB കൊണ്ടുവരാനെന്ന് പറഞ്ഞാണ് വീട്ടുകാരോട് പറഞ്ഞ് ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 10 ലക്ഷം രൂപയും കൈവശമുണ്ടായിരുന്നു. മാർത്താണ്ഡത്ത് നിന്നൊരു സുഹൃത്ത് യാത്രയിൽ പങ്കുചേരുമെന്ന് ദീപു പറഞ്ഞിരുന്നു. അതേസമയം കളിയിക്കുള്ള ദേശീയപാതയ്ക്ക് അരികിലാണ് അസ്വാഭാവികമായി കാർ കണ്ടെത്തിയതോടെ പിന്നാലെയാണ് ദീപുവിന്റെ മൃതദേഹം കാറിൽ നിന്ന് കണ്ടെത്തുന്നത്. എന്നാൽ ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപയടക്കം നഷ്ടപ്പെട്ടതായിട്ട് തന്നെയാണ് പിന്നീട് വ്യക്തമായത്. ഈ ഒരു സംഭവത്തിലെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ ബാഗുമായി ആ ഒരു ഭിന്നശേഷിക്കാരൻ നടന്നു പോകുന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ദീപുവിന്റെ മരണത്തിന് ഉത്തരവാദി ഈ ഭിന്നശേഷിക്കാരനാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.